നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. മാർക്കസ് മൊർഹുലാവോ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ജംഷഡ്പൂർ FC ഇത്തവണത്തെ ISL കളിക്കാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. അത് നമ്മളൊട്ടും പ്രതീക്ഷകാര്യമല്ലായിരുന്നു. അദ്ദേഹം ബ്രേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. ജംഷഡ്പൂർ FC അൺലൈക്ലി ടു കണ്ടിന്യൂ ഇൻ ഇന്ത്യൻ സൂപ്പർ ലീഗ്. ISLൽ ജംഷഡ്പൂർ FC തുടരാനുള്ള സാധ്യതയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ ആശിഷ് നേഗിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇപ്പം ഇന്ദർ കാശിയും അതുപോലെ തന്നെ ജംഷഡ്പൂർ FCയുമാണ് ആ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് ISL കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഫീയുടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാതിരുന്നത്. അതിലിപ്പോൾ ഇന്ദർ കാശി അവരുടെ എമൗണ്ട് അടച്ചിട്ടുണ്ട്. 55 ലക്ഷം രൂപ അവരടച്ചിട്ടുണ്ട്. അതേസമയം ജംഷഡ്പൂർ FC ഇതുവരെ ആ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. രണ്ട് ക്ലബ്ബുകൾക്കും എക്സ്റ്റൻഷൻ അവരുടെ ആ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് കൊടുത്തിരുന്നതാണ്. അതിൽ 31 ജൂലൈ, അതായത് ഇന്നത്തെ ദിവസമാണ് ഫൈനൽ ഡെഡ് ലൈൻ ഫോർ പേയ്മെൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ജംഷഡ്പൂർ FC ഇത്തവണ കളിക്കാനുള്ള സാധ്യതയില്ല എന്ന് മാർക്കസ് മൊർഹുലാവോയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള വാർത്ത വളരെ കൃത്യമാണ്. അതായത് മാഗ്നം സ്പോർട്സ് പുറത്തേക്ക് പോകുന്നു. ഒരു എഗ്രിമെൻറ്റ് ഹൈദരാബാദിൽ വെച്ചിട്ട് ഇന്നലെ പുതിയ ഇൻവെസ്റ്റേഴ്സുമായിട്ട് KBFC നടത്തിയിട്ടുണ്ട് എന്നാണ് അവർ നൽകുന്ന റിപ്പോർട്ട്, സില്ലീസ് നൽകുന്ന റിപ്പോർട്ട്. അതിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് ഫസ്റ്റ് ഭാഗമായിട്ടുള്ള പേയ്മെൻ്റ് ഒരു ഭാഗം ക്രെഡിറ്റ് ആവുന്നതോടുകൂടി ഒഫീഷ്യൽ പ്രഖ്യാപനം വരും ഇക്കാര്യത്തിൽ എന്ന് സില്ലീസ് റിപ്പോർട്ട് ചെയ്യുന്നു. KBFC CEO അബിക്ക് ഈ സീസണിൽ ടീമിൻ്റെ ഓപ്പറേഷൻസ് നടത്തും എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ഇതിലൊക്കെ ഇനി ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വരേണ്ടതുണ്ട്. അതേസമയം മുഖമില്ലാത്ത ചില അക്കൗണ്ടിൽ നിന്ന് ആരാണ് ഈ ഇൻവെസ്റ്റർ എന്നുള്ളതിൻ്റെ വിവരമൊക്കെ കൊടുത്തിട്ടുള്ളത്. പലരും കണ്ടൻ്റാക്കി വാർത്തയൊക്കെ ആക്കുന്നുണ്ടെങ്കിലും അങ്ങനെ മുഖമില്ലാത്തവർ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ മുഖംമൂടിയൊക്കെ അണിഞ്ഞുകൊണ്ട് ഇടുന്നവർ പറയുന്നത് നമുക്ക് വാർത്തയാക്കാൻ കഴിയില്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അതേസമയം ഇപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട് എന്നുള്ള ശുഭകരമായിട്ടുള്ള വാർത്ത വിശ്വാസയോഗ്യമായിട്ടുള്ള സോഴ്സ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.